മുജാഹിദ് പ്രസ്ഥാനം മർക്കസ് ദഅവയുമായി ഐക്യമുണ്ടാക്കാൻ തുടങ്ങിയ നാളിലാണ് ഞങ്ങൾക്ക് അവരുമായി അകലേണ്ടി വന്നത് എന്ന് നാട് മുഴുവൻ പറയുന്നവർ, മലപ്പുറത്തും ഈ ആക്ഷേപം ഉന്നയിച്ചവർ. ഐക്യത്തെക്കുറിച്ചാണ് അഷ്റഫ് സാഹിബിന്റെ സംസാരങ്ങൾ മുഴുവൻ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് തുടക്കം മുതൽ ഐക്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് എന്തിന് ഞങ്ങൾ ഭിന്നിച്ചു, മുജാഹിദ് പ്രസ്ഥാനവും മർക്കസ് ദഅവയും ഐക്യപ്പെടാൻ തീരുമാനിച്ചതിൽ നിന്നാണ് ഞങ്ങൾ ഭിന്നിച്ചു പോയത് എന്ന കളവ് പറയാൻ മടിയില്ലാത്ത ഒരു കൂട്ടായ്മയായി എങ്ങനെയാണ് നിങ്ങൾക്ക് മാറാൻ കഴിയുക? അപ്പോൾ ഐക്യപ്പെടുന്നതാണ് വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഐക്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരു നാട്ടിൽ വലിയ പ്രശ്നമാകുന്നത്? രണ്ടാളുകൾക്കിടയിൽ ഭിന്നതയുണ്ടായാൽ അതിൽ യോജിപ്പുണ്ടാക്കുക എന്നത് ഖുർആനിന്റെ കൽപ്പനയല്ലേ? ആ ഖുർആനിന്റെ കൽപ്പനക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലവും പാരമ്പര്യവും ഉണ്ടാകുക? അതിനാണോ കത്ത് തന്ന് മരവിപ്പിച്ചതിനാണോ വിശുദ്ധ ഖുർആനിൽ നിന്ന് ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ചത്? അതിനാണോ നമ്മൾ ആയത്ത് ഉദ്ധരിച്ചത്? ഞങ്ങളെ സംഘടനയിൽ നിങ്ങൾ അല്പകാലം പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഇബ്നു അബ്ബാസിനെ കുറിച്ച് ദുർവ്യാഖ്യാനം നടത്തിയത്? അതേപോലെ ഖുർത്തുബിയുടെ പേരിൽ ആയത്തുകൾ വിശദീകരിച്ച ദുർവ്യാഖ്യാനങ്ങൾ ഉന്നയിച്ചതും അതിന്റെ പേരിലാണോ എന്ന് അവർ മറുപടി പറയേണ്ടതുണ്ട്. അതിന്റെ പേരിലാണോ കേരളത്തിന്റെ രോഗികളായ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിലേക്ക് ജിന്ന ചികിത്സകളുമായി ഇവരുടെയൊക്കെ ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മനുഷ്യരങ്ങ് കടന്നു ചെല്ലുന്നത് എന്തിന്റെ പേരിലാണ്? ഈ കത്ത് കൊടുത്തതിന്റെ പേരിലാണോ?